ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മൾക്ക് നോക്കാം. ആൻഡ് കുറച്ച് ഏഞ്ചൽ മെസ്സേജ് കൂടി നോക്കാം. ഓക്കെ, സോ ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് ഫുള്ളായിട്ട് കാണാവുന്നതാണ്. റിസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ദ മജീഷ്യൻ കാർഡ്, പേജ് ഓഫ് സോഡ്സ്, 5 ഓഫ് സോഡ്സ്, ഏസ് ഓഫ് സോഡ്സ്, അതേപോലെ തന്നെ ജസ്റ്റിസ്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾ, ടെമ്പറൻസ്, കിങ് ഓഫ് പെൻറ്റിക്കിൾ, 7 ഓഫ് കപ്പ്, ബോട്ടം ഓഫ് ദ ഡക്ക്, ദ വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ നമ്മൾക്ക് മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്പെൽസൊക്കെ മേ ബി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഈ ഒരു റീഡിങ്ങിൽ കുറച്ചധികം പേരുടെ റിലേഷൻഷിപ്പും ഒരു നോ കോൺടാക്ട് സെപ്പറേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. രണ്ടുപേർക്കും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അടുത്ത സമയത്തായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നതാണ്. ഓക്കെ, സോ മേ ബി നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മാറ്റമായിരിക്കാം. യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ സ്പിരിച്വൽ വെയിലാവാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടൊരു നോ കോൺടാക്റ്റ്, ബ്രേക്കപ്പ്, സെപ്പറേഷൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 1 വീക്കിൽ തന്നെ നിങ്ങൾക്ക് മാനിഫേസ്റ്റ് ചെയ്ത് ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഒരു പേഴ്സൺ ഹീലായി വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഒരു ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ്, കോൾ, നേരിട്ട് കാണുന്നൊരവസ്ഥ, കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഒരു മാറ്റമാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളെ തിരിച്ചു വേണം, അല്ലെങ്കിൽ തിരിച്ചു കിട്ടണം. പഴയ ഒരു കണക്ഷൻ അതേപോലെ നിലനിർത്തണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. രാത്രി സമയമൊക്കെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്കൗട്ട് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനിയും മാനിഫെസ്റ്റ് ചെയ്യാത്തവർക്ക് ഇവിടെ സമയമുണ്ട്. ഞാൻ നേരത്തെയും ഒരുപാട് റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, മാർച്ച് മാസം നല്ലൊരു മാറ്റത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് എന്ത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്തൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം തന്നെയാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം 14-ാം തീയതി ഫുൾ മൂൺ ഡേ ആയിരുന്നു. സോ അതിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും വാശിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ഹീലായി വരുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി മാറി വരുന്നൊരു സിറ്റുവേഷനാണ്. എത്ര ടൈം നിങ്ങൾ കൊടുക്കുന്നോ അതിനനുസരിച്ച് ഈ പേഴ്സൺ ഹീലാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ മേ ബി നിങ്ങൾ അങ്ങോട്ടേക്ക് പോയാൽ പോലും ഒരു റെസ്പോൺസോ ഒരു ക്ലാരിറ്റിയോ തരാത്ത വ്യക്തിക്ക് ഇപ്പോൾ മനസ്സ് മാറി നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ചാൽ കൊള്ളാം, ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരു തോന്നൽ വരുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന സമയത്ത് ഞാൻ നേരത്തെയും റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞ് മാക്സിമം ഒരു വഴക്കിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പോകാതിരിക്കുക. നിങ്ങൾ ഈ വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കും, ക്ഷമിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയോ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന സമയത്ത് തിരിച്ചൊരു കോൺടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, കോൾ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരിക, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ആ ഒരു പേഴ്സൺ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങളും അതേപോലെ തന്നെ
ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. നല്ലൊരു സമയം എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു റീഡിങ്ങിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഫാമിലി, അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലും പല ഇഷ്യൂസും കാര്യങ്ങളും, തേർഡ് പാർട്ടി, ഒരു ഫെമിനിയൻ എനർജിയൊക്കെ വരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും 7 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് രണ്ടുപേർക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളും, നിങ്ങൾക്ക് ആ വ്യക്തിയും ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ മേ ബി ഒരു പേഴ്സൻ്റെ ഒരു എനർജി കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ക്യാഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ വ്യക്തി പ്രത്യേകിച്ചും ക്യാഷ് സ്റ്റെബിലിറ്റി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് ദ വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരണം എന്നൊരു പ്ലാനിങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. സോ അത് വളരെ പോസിറ്റീവാണ്. പ്ലാൻ ചെയ്യുന്നു, ആ ഒരു ദേഷ്യമൊക്കെ മാറിക്കിട്ടുന്നു. നിങ്ങളായിരുന്നു ഏറ്റവും ഒരു ബെസ്റ്റ് എന്ന തിരിച്ചറിവാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടോ ആൾക്ക് വേറൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങളിലേക്ക് തന്നെ വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. എത്രയൊക്കെ സെപ്പറേറ്റ് ആയി പോയാലും വീണ്ടും വീണ്ടും ഇതിലേക്ക് തന്നെ വരുന്നു. ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട്, അത് സ്റ്റേബിളാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് തന്നെ വേണമെന്ന് ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന സമയത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കണക്ഷനായിട്ട് മുന്നോട്ടേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ അതാണ് എനിക്കിവിടെ വീണ്ടും വീണ്ടും പറയാനുള്ളത്. പല ഇഷ്യൂസും റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയായിരുന്നു ഈ ഒരു കണക്ഷൻ. ചിലരുടെ കേസിൽ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനും ചിലരുടെ കേസിൽ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ. അതായത് ഈ റീഡിംഗ് കാണുന്നതിൽ 1-2 പേര് മാത്രമേ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനുള്ളൂ. ബാക്കിയെല്ലാം ഒരു സോൾ ടു സോൾ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കും കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരിക്കുക. രണ്ടുപേർക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷൻ. ഈ പേഴ്സൻ്റെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. മേ ബി ആഫ്റ്റർ ഫുൾ മൂൺ ഡേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് ഏഞ്ചൽ മെസ്സേജ് കൂടി എടുക്കാം യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും. നിങ്ങൾ എന്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ 3 കാർഡ്സാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഗോ ഔട്ട് സൈഡ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. യു ഹാവ് ബീൻ ഇൻഡോർ ടു ലോങ്, ഗോ ഔട്ട് സൈഡ് ആൻഡ് ഗെറ്റ് സം ഫ്രഷ് എയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് ആലോചിച്ച്, പ്രത്യേകിച്ചും ഒരു സെപ്പറേഷൻ വരുന്ന സമയത്ത് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. വേറൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇതിൽ തന്നെ സ്റ്റക്കായി പോകുന്നു. വേറെ എന്ത് ഇഷ്യൂസ് ലൈഫിൽ വന്നാലും ഇത്രത്തോളം നിങ്ങൾ ഡൗൺ ആയിട്ടുണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ റിലേഷൻഷിപ്പ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ലൈഫിലേക്ക് വന്നൊരു പേഴ്സൺ നിങ്ങൾ എത്രമാത്രം ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടെത്തിച്ചു എന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് പലപ്പോഴും ഒരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു കണക്ഷൻ, അത്രയും ബോണ്ട്. ഓക്കെ, സോ ഈ പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ടൊരു സെപ്പറേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേറെന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറെഡി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട്. ഈ പേഴ്സണ് മനസ്സിൽ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഒരു തുടക്കത്തിലാണ് നിൽക്കുന്നത്. സോ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ഷമ ഇവിടെ ആവശ്യമാണ്. അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ പുറത്തൊക്കെ പോവുക, അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ, ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തതായിട്ട് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ലവ് യുവർ സെൽഫ്, അതേഴ്സ് ആൻഡ് എവറി സിറ്റുവേഷൻ, നോ മാറ്റർ വാട്ട് ദ ഔട്ട്വേർഡ് അപ്പിയറൻസ് മേ ബി. ഇതെന്താകുമെന്ന് ആലോചിച്ച് നിങ്ങൾ ഇരിക്കേണ്ടതായിട്ടില്ല. അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിരിച്ച് അവരും നമ്മളെ അതേപോലെ ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. അത് ഇങ്ങോട്ടേക്ക് തിരിച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാറ്. പ്രത്യേകിച്ചൊരു കണ്ടീഷൻ വെക്കേണ്ടതായിട്ടില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതിലും കൂടുതൽ ആ വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിച്ചാൽ അത് നടക്കില്ല അല്ലേ. സോ അതിൻ്റെ ആവശ്യമില്ല. അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ഫോർ യു ടു സ്റ്റാർട്ട് ന്യൂ പ്രോജക്ട്സ്, ആക്സസ് ന്യൂ ഐഡിയാസ് ആൻഡ് ഗിവ് ബർത്ത് ടു ന്യൂ കണ്ടീഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുമായിട്ടൊരു ഫാമിലി, നിങ്ങളുമായിട്ടൊരു ബേബി കാര്യങ്ങൾ, ഒരു ഫ്യൂച്ചർ, ഒരു ട്രാവലൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യണം. ഒരു എൻഗേജ്മെൻറ്റ്, മാരേജ്, ബേബി, ഒരു ഫാമിലി,
നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം നിങ്ങളുള്ളപ്പോഴാണ് ആ പേഴ്സൻ്റെ കരിയറിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എല്ലാത്തിലും ഒരു പുതിയ തുടക്കം ലൈഫിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു, മൊത്തത്തിൽ മാറണം എന്നൊരു ചിന്ത, ലൈഫ് കുറച്ചും കൂടി ബെറ്ററാക്കി കൊണ്ടുവരണം. നിങ്ങളുള്ളപ്പോഴാണ് ആ പേഴ്സൺ ഒരു പോസിറ്റീവ് എനർജിയും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടുന്നത്. അത് ഈ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് വന്ന സമയത്താണ് പല തിരിച്ചറിവുകളും ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ആ ഒരു ഡിസ്റ്റൻസും സെപ്പറേഷനും നല്ലതാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ ഒരു റീഡിങ്ങിലൂടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം എത്രത്തോളം മാറ്റമാണ് ആ പേഴ്സൻ്റെ മനസ്സിൽ ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, കുറച്ചും കൂടി ആ ഒരു മാറ്റം വരട്ടെ. നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം, എല്ലാം മറന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് പോകണമെന്ന് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കരിയറിൽ ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നു. മേ ബി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ, ഈ പേഴ്സണൽ ലൈഫിൽ മേ ബി ഒരു പ്രൊമോഷൻ, വേറൊരു പുതിയൊരു ജോലി, സ്വന്തമായിട്ട് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ളൊരു ചാൻസ് ഈ വർഷം കാണിക്കുന്നുണ്ട് കേട്ടോ. സോ അതിന് നിങ്ങൾ വേണം, ആ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിങ്ങൾ എപ്പോഴും വേണം എന്നതാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ഫാമിലി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിയാണ് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ പാരൻസ് കാര്യങ്ങളൊക്കെയാണ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചൊരുമിക്കണം എന്നൊരാഗ്രഹം നിലനിൽക്കുന്നു. സോ ഹാപ്പി ആയിട്ടിരിക്കുക, അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു കോൾ മെസ്സേജൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.